ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയി പ്രകാരം സമ്പത്തിന്റെ ദിക്കായി പരിഗണിക്കുന്നത് തെക്ക് കിഴക്ക്, അതായത് അഗ്നികോണ്. ഈ ദിക്ക് നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ കടബാധ്യതകൾ ഉണ്ടാവാൻ കാരണമാവും. ഈ ദിക്ക് വേണ്ട രീതിയിൽ നമ്മൾ പരിപോഷിപ്പിച്ചാൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നമുക്ക് കൊണ്ടുവരാനായിട്ട് ഈ ദിക്കിന് കഴിയും. ഇത് വാസ്തു പ്രകാരം എങ്ങനെ കൈകാര്യം ചെയ്യണം, ഫെങ്ഷുയി പ്രകാരം എങ്ങനെ കൈകാര്യം ചെയ്യണം, രണ്ടും ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ വാസ്തു ഫെങ്ഷുയും രണ്ടും കൺസൾട്ട് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ പിരമിഡ് വാസ്തുവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തെക്ക് കിഴക്ക് മൂല, വസ്തുവിൽ തെക്ക് കിഴക്ക് ഭാഗത്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് തീ ഇടുന്നത് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. നിങ്ങളുടെ വീടിന്റെ അടുക്കള തെക്ക് കിഴക്ക് ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു കിച്ചണിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതേപോലെ നിങ്ങളുടെ വീടിന്റെ അകത്തായാലും പുറത്തായാലും തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് വരുന്നെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രശ്നത്തിന് അത് കാരണമാകും. തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ബോർവെല്ല്, കിണറ്, സമ്പ്, വേസ്റ്റ് വാട്ടർ ടാങ്ക്, അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് എന്നിവ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വീട്ടിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കടബാധ്യതകൾക്കും ഇത് കാരണമായി തീരും. ഇനി ഫെങ്ഷുയി പ്രകാരം നമുക്ക് സമ്പത്തും അഭിവൃദ്ധിക്കും വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നോക്കാം. നിങ്ങളുടെ വീടിന്റെ പുറത്ത് വസ്തുവിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ലക്കി ബാമ്പു പോലുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകൾ വെക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നിപ്പോൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും മണി പ്ലാന്റുകളാണ് വെക്കുന്നതായിട്ട് ശ്രമിക്കുന്നത്. മണി പ്ലാന്റുകൾ വീട്ടിലും ഭിത്തിയിലും അതുപോലെ തന്നെ മരങ്ങളിലും ഒക്കെ പടർത്തി വിടുന്നതായിട്ട് കാണുന്നുണ്ട്. മണി പ്ലാന്റിന്റെ കാര്യത്തിൽ ഫെങ്ഷുയിലെ മാസ്റ്റേഴ്സിന് തന്നെ അതിന്റെ ഇടയിൽ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി പ്ലാന്റ് വെക്കുമ്പോൾ പണം വരും, പക്ഷെ പലപ്പോഴും ആ പണം നമുക്ക് ലോണായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ കടം തരുന്ന രീതിയിലോ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ അല്ലാതെ നമുക്കൊരു സാമ്പത്തിക അഭിവൃദ്ധി എന്നുള്ള രീതിയിലായിരിക്കില്ല പണം വരുന്നത്. അത് ഒരു മണി പ്ലാന്റിന്റെ ഒരു പ്രോബ്ലമായി കഴിയുന്നുണ്ട്. അത് ബഹുഭൂരിപക്ഷം, അതായത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മണി പ്ലാന്റ് സ്വന്തമായിട്ട് നിൽക്കില്ല. ഒന്നുകിൽ ഒരു ഭിത്തി വേണം, അല്ലെങ്കിൽ ഒരു കയറ് വേണം, അല്ലെങ്കിൽ ഒരു മരം വേണം. അതുപോലെ നമുക്കും സ്വന്തമായി നിൽക്കാൻ പറ്റില്ല, മറ്റൊരാളുടെ സപ്പോർട്ടിങ് വേണം. അതെന്താണ്, ബഹുഭൂരിപക്ഷം ആൾക്കാരും ബാങ്ക് ലോണുകൾ എടുക്കേണ്ടി വരും. ഇനി ഇവിടെ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൊണ്ട് സംശയിക്കേണ്ട, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലക്കി ബാമ്പു ചെടികൾ, ചൈനീസ് ലക്കി ബാമ്പു ചെടികൾ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് നല്ല റിസൾട്ട് തരും. അതുപോലെ തന്നെ മറ്റേ ചൈനീസ് ഓറഞ്ച് വെക്കുന്നതും നല്ല സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകുമെന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഇനി വീടിന്റെ സ്വീകരണ മുറിയിലാണെങ്കിലോ, വീടിന്റെ സ്വീകരണ മുറിയിലും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലക്കി ബാമ്പു ചെടികൾ വെക്കാം. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലക്കി ബാമ്പു നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു ബണ്ടിൽ വാങ്ങിച്ചിട്ട് ഒരു ക്രിസ്റ്റൽ ബൗളിനകത്ത് വെച്ച് തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് വളരെ നല്ല റിസൾട്ട് ഉണ്ടാവും. ഞാനിത് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാരും വീട്ടിൽ നിന്നിട്ടുള്ള ചെടിയുടെ തണ്ട് തന്നെ വെട്ടി ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കുന്നുണ്ട്. അപ്പം അതിലുള്ളതിനേക്കാൾ കൂടുതൽ റിസൾട്ട് ആ റെഡിമെയ്ഡ് പ്ലാന്റിൽ ഉണ്ടാവും. എന്തുകൊണ്ട് റെഡിമെയ്ഡ് പ്ലാന്റ് വാങ്ങിക്കാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്തൊരു പഞ്ചഭൂതത്തിന്റെ ഒരു തിയറി ഉണ്ട്. അതായത് 5 എലമെന്റിന്റെ ഒരു ബാലൻസിങ് ആണ് ഫെങ്ഷുയി എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന എലമെന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് എർത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ലക്കി ബോംബ് വെക്കാൻ ഉപയോഗിക്കുന്ന ആ ക്രിസ്റ്റൽ പാത്രം. അല്ലെങ്കിൽ ആ ക്രിസ്റ്റൽ ലക്കി ബോംബ് വെച്ചിട്ട് അതിനകത്തൊരു 3-4 സ്റ്റോൺ ഇട്ട് വെച്ചാലും അതൊരു എർത്ത് എനർജി ആയി. അപ്പം അത് അവിടെ എർത്ത് എനർജി വന്നു. 2, നമ്മൾ അതിനകത്ത് വെള്ളം ഒഴിക്കുന്നു, വാട്ടർ എനർജി ആയി. 3, ഇതിനകത്തിരിക്കുന്ന ലക്കി ബാമ്പു ചെടി, അത് വുഡ് എനർജി ആയി. 4 എന്ന് പറയുന്നത്, നിങ്ങൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന ആ പ്ലാന്റിൽ ഒരു റെഡ് റിബൺ ഉപയോഗിച്ച് അതിനെ കെട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റെഡ് കളർ റിബൺ തന്നെ ആയിരിക്കണം. മറ്റൊരു കളർ റിബൺ ആണെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. റെഡ് റിബൺ ആയിരിക്കണം, കാരണം അതൊരു ഫയർ എനർജിയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് റെഡ് കളറിനെ പറ്റി ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പൊ 4 എനർജിയായി. ഇനി വരുന്നത് ഒരു മെറ്റൽ എനർജിയാണ്. അപ്പൊ നമുക്ക് ഈ റെഡ് റിബണിനകത്ത് നമ്മൾ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു മെറ്റൽ ആണ്, ഒരു ചെറിയ കെട്ടുകമ്പി പോലത്തെ ഒരു കമ്പി ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് കെട്ടുന്നത്. അപ്പോൾ അവിടെ മെറ്റൽ എനർജിയുമായി. അപ്പൊ ഈ 5 എലമെന്റും കൂടെ ഒന്ന് ചേരുമ്പോഴത്തേക്കാണ് ആ ശരിക്കുള്ള റിസൾട്ട് വരുന്നത്. കാരണം ഈ 5 എലമെന്റും ഉണ്ട്, പക്ഷെ അതിൽ ഇത് പിന്നെ എടുത്തു പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ ബൂസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എലമെന്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വുഡ് എനർജിയാണ്. അപ്പം അത് വെക്കുമ്പോഴാണ് ആ റിസൾട്ട് വരുന്നത്. മറ്റേ റിസൾട്ട് വരൂല എന്നല്ല, പക്ഷെ കറക്റ്റ് വെക്കേണ്ട ആ ഒരു ടൂൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്ലാന്റ് തന്നെയാണ്. അപ്പൊ ഇത് വെക്കുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും. ഇനി തെക്ക് കിഴക്ക് ഭാഗത്ത് സൂക്ഷിക്കാവുന്ന ചില ഫെങ്ഷുയുടെ ടൂളുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നെന്ന് പറയുന്നത്, മണി ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു മണി ഫ്രോഗിനെ അവിടെ വെക്കാം. മണി ഫ്രോഗ് എന്ത് ചെയ്യുന്നു, വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ. അതുപോലെ തന്നെ ചൈനീസ് നാണയങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് അവിടെ സൂക്ഷിക്കാവുന്ന മറ്റേ നമ്മുടെ കുബേര കോയിൻസ്,
അതുപോലെ നമുക്ക് അവിടെ സൂക്ഷിക്കാവുന്ന മറ്റു കാര്യം എന്ന് പറയുന്നത് ചൈനീസ് നാണയങ്ങൾ, സിട്രിൻ, അതുപോലെ ഇൻഗോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വർണ്ണക്കട്ടി പോലുള്ള സാധനങ്ങളുണ്ട്. ഇത്തരം സാധനങ്ങൾ നമുക്കൊരു വെൽത്ത് ബേസ് ആയിട്ട് അവിടെ സൂക്ഷിക്കാവുന്നതാണ്. അവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് സമ്പത്തിന് വേണ്ടി വെക്കാവുന്നത് അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു ആണ്. ഒരു ടൂളും കൂടെ കാണിക്കാം. അവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഈ ഡ്രാഗന്റെ ഹെഡും ടോർട്ടോയ്സിന്റെ ബോഡിയും അതിന്റെ മുകളിൽ ഒരു ലാഫിംഗ് ബുദ്ധ ഇരിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാച്യുമാണ് അവിടെ വെക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ സൗത്ത് ഈസ്റ്റിൽ വെക്കൂ. എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.